എന്ത് വന്നാലും നേരിടാനും ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാലും കൈകൊണ്ട് താങ്ങ് നിർത്താൻ പറ്റുമെന്നൊരു മനസ്സിനൊരു വിശ്വാസമുണ്ട്. പെൺകുട്ടികളും അല്ലാതെ താങ്കളെ ഇഷ്ടപ്പെടുന്നത് താങ്കളുടെ ഈ ശരീര സൗന്ദര്യം കൊണ്ടാണ്? സൗന്ദര്യത്തിലൊന്നും ഇല്ല കേട്ടോ ഇപ്പോഴത്തെ അത് ക്യാരക്ടറാണ്. ഈ മൊബൈലിൽ അവരെങ്ങോട്ട് ഞെക്കിയാലും എന്ത് വേണമെങ്കിലും കാണാവുന്നൊരു അപ്പോൾ ഇവർക്ക് ഇതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ കുടുംബം നിലക്കാൻ വേണ്ടി ഇരിക്കുന്ന വളപ്പ് തൊഴിലാളികൾ കുറേ പേരുണ്ട്. എനിക്ക് പ്രിയയെ ഭയങ്കര ഇഷ്ടമാണ്. പ്രിയയുടെ കണ്ണുകൾ, ചുണ്ടുകൾ, അധരങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഉടനെ ഇവൾ തിരിച്ച് മെസ്സേജ് അയച്ചു, ഞാൻ ആരാണെന്നറിയാമോ, പിന്നെയുള്ള ഭാര്യയാണെന്നറിയാമോ. ഒരു ദിവസം വിളിച്ചു വരുത്തിയിട്ട് ഞാൻ തന്നെ വിളിച്ചു വരുത്തിയിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ നല്ല ഇടിവെച്ച് കൊടുത്തു. മറ്റൊരു കാര്യം താങ്കൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ താങ്കളെ കുട്ടിപ്രായത്ത് താങ്കളെ ദുരുപയോഗം ചെയ്യപ്പെട്ടത് ആരെയാണ് അല്ലാത്തത് ചേട്ടാ? താങ്കളുടെ ശരീര സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? ഇപ്പോഴും എത്ര വയസ്സായി? 50 കേട്ടാ. 80 വയസ്സിന് ഒരു 25-30 വയസ്സിന്റെ സൗന്ദര്യത്തോട് കൂടിയിട്ട് ആകാര പൊക്കും ഹൈറ്റും സൗന്ദര്യം എല്ലാം കാത്തു സംരക്ഷിക്കുന്നുണ്ട്. ചേട്ടൻ അന്ന് എന്നെ കാണുമ്പോൾ 2012 കാണുമ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ആയിരുന്നേ. ഇതേ സെയിം, യാതൊരു മാറ്റവും ഇല്ല. ഇത്തിരി കുറച്ച് വെയിറ്റ് തടി കൂടിയിട്ടുണ്ടോ? തടി കൂടി. ഞാൻ ഈ 6 പാക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് സ്ട്രെയിൻ എടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പം അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് തടി വയറൊക്കെ ചാടി കുറച്ച് ബൾക്കി ആയതുകൊണ്ട് എനിക്ക് ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ മസിൽസ് നമുക്ക് എല്ലാ കഥാപാത്രത്തിനും പറ്റില്ല. എനിക്കിപ്പം ഇലക്ട്രിസിറ്റി ബോർഡിലെ ലൈൻമാൻ ആവാം, തോട്ടിപ്പണിക്കാരാവാം, ലോക്കൽ ബ്രോക്കറാവാം, പിന്നെ നാടൻ ഗുണ്ടയാവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കഥാപാത്രം ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു കഥാപാത്രത്തിന് 6 പാക്ക് വേണം എന്ന് വെച്ചാൽ എനിക്ക് 2 മാസം മതി. അതുണ്ടാക്കാൻ ഞാൻ തയ്യാറാണ്. ഡ്രാക്കുളയുടെ ബോഡി ഉണ്ടാക്കിയ നല്ല ഫോം ഞാൻ 3 മാസത്തിനുള്ളില്ല. എനിക്ക് കറക്റ്റ് കഥാപാത്രമായി തീരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബോഡി ഒരു ക്യാരക്ടർ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത മാസം ഒരു എന്താ പറയുക എന്താ പടത്തിൻ്റെ പേര് വിസ്കി എന്നൊരു സിനിമ ചെയ്യുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരൻ ജോജോ കുരിശിങ്കര ഡയറക്റ്റ് ചെയ്യുന്നത്. അതിനകത്തൊരു പോലീസ് ഓഫീസർ വേഷമായി തന്നെ. അപ്പം പറഞ്ഞു, അണ്ണാ കുറച്ച് ഫിറ്റ് ആയിക്കോട്ടെ, യൂണിഫോം ഇടുമ്പം നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ബോഡി വയറൊക്കെ കുറച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. ഈ ബോഡി ബിൽഡിങ്ങിന് എത്രമാത്രം ചെലവഴിച്ചിട്ടുണ്ട്? അതിന് മാത്രം എത്രമാത്രം ബോഡിയെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി? ഞാനത് 3 മാസം കൊണ്ട് ബോഡി ഫോമാക്കി ഏകദേശം പാക്കിൻ്റെ അകത്തിട്ട് ഞാനിത് 2 വർഷക്കാലം ഞാനിത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി. മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഭയങ്കര പാടാണ്. അതിന് ഭയങ്കര പൈസ ചിലവുണ്ട്. നമ്മുടെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റില്ല, കഷ്ടപ്പാടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ഫുൾ ടൈം ബോഡി ബിൽഡർ അല്ല, പക്ഷേ ഞാൻ അത്യാവശ്യം എല്ലാ ആഹാരം കഴിക്കുന്നുണ്ട്. എനിക്ക് ഞാൻ ഇഷ്ടമുള്ളത് ഒക്കെ കഴിക്കുന്നുണ്ട്, പക്ഷേ ഇഷ്ടംപോലെ കഴിക്കാറില്ല. പെൺകുട്ടികളും അല്ലാതെ താങ്കളെ ഇഷ്ടപ്പെടുന്നത് താങ്കളുടെ ഈ ശരീര സൗന്ദര്യം കൊണ്ടാണോ? ശരീര സൗന്ദര്യം അല്ല ചേട്ടാ, സൗന്ദര്യത്തിലൊന്നും ഇല്ല ചേട്ടാ ഇപ്പോഴത്തെ അത് ക്യാരക്ടറാണ്. സൗന്ദര്യം ഒന്നും എനിക്കല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവരിൽ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ നമ്മൾ അവരെയൊന്നും ഉപദ്രവിക്കുന്നില്ലല്ലോ. ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടംപോലെ ഈ നമ്മളെ സ്നേഹിക്കുന്നത് എല്ലാം ഒരുപാട് സഹോദരിമാർ നമ്മുടെ കൂടെയുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പ്രണയവും സ്നേഹവും അതിനൊന്നും ഇവിടെ സ്കോപ്പില്ല. കാരണം സുന്ദരിയായ ഒരു ഭാര്യ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഞാനൊരു പെണ്ണോട് പ്രണയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കളിയാക്കണോ? വീട്ടിൽ ഒരു സുന്ദരി ഇല്ലേ? അല്ല, താങ്കളോട് അത്രയും താല്പര്യമുള്ള ധാരാളം ആളുകളുടെ കാര്യങ്ങളിൽ അവരങ്ങനെ അത് വന്നോട്ടെ, അത് രസമല്ലേ. ഒരാൾ നമ്മളെ സ്നേഹിക്കാന്ന് പറഞ്ഞു, അയ്യോ നിങ്ങൾ എന്നെ സ്നേഹിക്കണ്ടെന്ന് വരട്ടെ. എന്നോട് രാത്രിയും പകലും ഒക്കെ സംസാരിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരിമാരാണ്. അവർ ദുഃഖങ്ങൾ പറയുന്നുണ്ട്, അവരെ കേൾക്കാറുണ്ട്, അതിനുവേണ്ടി സമയം മാറ്റി വയ്ക്കാറുണ്ട്. അതൊരു രസമാണ് ചേട്ടാ. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവരുമായിട്ട് വേറൊരു വഴിവിട്ടൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. അപ്പോൾ നമ്മൾ അതിനേക്കാൾ നല്ലത് എല്ലാവരും ഒരേപോലെ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമാണ്. അവരൊക്കെ നമ്മളെ ഇഷ്ടപ്പെടാൻ അവർ തമ്മിൽ മത്സരിക്കുമ്പോഴും ആ മത്സരം കാണുമ്പോഴും നമുക്കൊരു സന്തോഷമാണ്. കാര്യം അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. കാരണം ഞാനുമായിട്ട് എല്ലാവരും ഒരു ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാം ഒരേ ഒരു നല്ലൊരു സൗഹൃദത്തിലാണ് പോണത്. നമ്മളൊരു കൊച്ചു ലൈഫല്ലേ ഉള്ളൂ ചേട്ടാ.
അത് ഇന്നപോലെ എല്ലാവരെയും ആരെയും നമ്മൾ മാത്രം വിഷമിപ്പിക്കാതെ സന്തോഷത്തോടെ എല്ലാം പോവുക. അതാണ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ സൗന്ദര്യമാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിലൊരു വീഡിയോ ഇട്ടു. അപ്പം അതിന് ഏകദേശം 1 മില്യൺ ആളുകൾ കണ്ടിട്ടുണ്ട്. ഞാനൊരു 200 പൗണ്ട്, അതായത് 100 കിലോ 50 കിലോ ഡമ്പൽ എടുത്തിട്ട് ഞാൻ ബെഞ്ച് പ്രസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടു. അത് ഇട്ടപ്പോഴത്തേക്ക് അത് ഒരുപാട് പേര് കണ്ട് ഷെയർ ചെയ്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആലോചിച്ചത് എന്താണ് കാര്യം, ഈ വയ്യാത്ത അവസ്ഥയിലും അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഈ ഏജിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കണം ജനത്തിന് അത് ഇഷ്ടപ്പെട്ടത്. അതെനിക്ക് തരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ശരീരത്തിൻ്റെ പവറിനേക്കാളും കൂടുതൽ മെൻ്റൽ സ്ട്രെങ്ത് എന്നൊരു സാധനമുണ്ട്. നമുക്ക് ഇത്രയും പൊക്കാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്ട്രെങ്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആ ഒരു സ്ട്രെങ്താണ് എന്തിനും നേരിടാനുള്ള ഒരു പവർ, മനസ്സ് വരുന്നത്. നമ്മളെ മടി കനമല്ലേ ചേട്ടാ. അപ്പം നമുക്ക് വഴി ഭയക്കേണ്ട ആവശ്യമില്ല. മടി കനമുള്ളവന് ഇതൊന്നും തുറന്നു പറയാനുള്ള ചങ്കൂറ്റുണ്ടാവില്ല. അതായത് താങ്കളുടെ ശരീരത്തിന്റെ ബലത്തേക്കാൾ അപ്പുറം മനസ്സിന്റെ ബലമാണ് താങ്കളുടെ വിജയത്തിന്റെ രഹസ്യം. മനസ്സിന് എനിക്ക് കുഞ്ഞിലേ തൊട്ട് കിട്ടിയ ആ ഒരു അച്ഛൻ്റെ പട്ടാള ട്രെയിനിങ് എന്നിട്ട് ഒരു മനസ്സിൻ്റെ കട്ടിയുണ്ട്. എന്ത് വന്നാലും നേരിടാനും ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാലും കൈകൊണ്ട് താങ്ങി നിർത്താൻ പറ്റുമെന്നൊരു മനസ്സിനൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് എൻ്റെയും മനസ്സിൻ്റെ ശരീരത്തിൻ്റെ എല്ലാം പവർ. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ദൈവം തന്നിട്ടുള്ള ഈ ചെറിയ കൊച്ചു സൗന്ദര്യം. ഈ സിനിമയിൽ അഭിനയിക്കുക മാത്രമാണോ, അതല്ലെങ്കിൽ സംവിധാനം അങ്ങനെയുള്ള അതിലേക്ക് ഒന്നുമില്ല ചേട്ടാ. അഭിനയിക്കുകയാണ്. കാരണം എനിക്ക് ഈ ടെൻഷനും ഒന്നും എടുക്കാൻ വയ്യ. കാരണം നമുക്ക് അഭിനയിക്കുമ്പോഴുള്ള ആ നമ്മളെ ക്യാരക്ടറായിട്ട് വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ആ ക്യാരക്ടർ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ക്യാൻസറൊക്കെ വന്നിട്ട് നമ്മൾ രണ്ടാമത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു, പറഞ്ഞ സ്ഥിതിക്ക് അതിലേക്ക് വന്നിട്ട് അതിൽ നിന്ന് രണ്ടാമതൊരു എത്ര വർഷമായി ഇപ്പം ക്യാൻസർ? 2021 ജനുവരി 6 തീയതിയാണ് ക്യാൻസറാണെന്ന് അറിയണത്. 15 തീയതി സർജറി കഴിഞ്ഞു, കുടലിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതൊന്നും അതിൻ്റെ അതൊക്കെ വിട്ടു. ഞാൻ ട്രീറ്റ്മെൻറ്റ് കീമോ ചെയ്തു, ഒരു 10 കീമോ ചെയ്തു. കീമോ ചെയ്ത് അതിൻ്റെ ഒരു കോവിഡ് കൂടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഒരു എന്താ പറയുക, ബിസിനസ് എനിക്ക് വേറെ ഒന്ന് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡിസ്റ്റർബഡാണ്. അത് ഞാൻ അതിന് ഇങ്ങനെ കോവിഡ് വാക്സിൻ്റെ എന്നറിയില്ല, ഈ പെട്ടെന്ന് നമ്മൾ അറിയാതെ കുത്തിയിരുന്ന് നമ്മൾ സങ്കടപ്പെടും. ഒരു കുറച്ച് വിഷമം വരും. എൻ്റെ കാര്യം അറിയാതെ ഒരു വിഷമമൊക്കെ മനസ്സിൽ വരും. എന്താണ് കാരണമെന്നറിയില്ല. എന്നാൽ ഞാൻ ഹാപ്പിയാണ് ലൈഫിൽ. താങ്കൾ ക്യാൻസർ ബാധിതനാണെന്ന് സ്വയം വെളിപ്പെടുത്തുമ്പോഴും താങ്കളുടെ സംസാരത്തിലോ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ ശാരീരിക ഭാഷയിലോ ഒന്നും തന്നെ അങ്ങനൊരു കാര്യമുള്ളതായിട്ട് താങ്കൾ ചിന്തിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പ്രകടമായി തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? അല്ല ചേട്ടാ, ഞാൻ ക്യാൻസറാണ് അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോകണമെന്ന് എന്ന് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതൊരു അത് ട്രീറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ക്യാൻസർ ഉണ്ടായി 4th സ്റ്റേജ് ആയവർ വരെ ഏകദേശം ആയി, 3rd സ്റ്റേജ് കഴിഞ്ഞിരുന്നു. അപ്പം അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അത് മാറുക. അപ്പം നമ്മൾ മറ്റുള്ളവർ ക്യാൻസർ വരുമ്പോഴത്തേക്ക് മരണമായി എല്ലാവരിലും പിന്നെയും മരിക്കാൻ പോകുന്നൊക്കെ തോന്നും. അവർ പിന്നെ പാനിക്കാവും. അപ്പോൾ പിന്നെയും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും വീക്കാവും. ഇതതിൻ്റെ കാര്യമില്ല, ക്യാൻസർ വന്ന് മാറും. താങ്കൾ നേരെ സംസാരിക്കുമ്പോൾ കാഷ്വലി നമുക്ക് സംസാരിക്കാമെന്ന് പറയുമ്പോൾ തന്നെ താങ്കൾ മനസ്സിൽ വളരെ ഓപ്പൺ മൈൻഡോട് കൂടി ഒരു പ്രശ്നവുമില്ലാത്ത ഒരാളെ ഇത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് താങ്കൾ പ്രചോദനമായി താങ്കൾ മറ്റുള്ളവർക്ക് എങ്ങനെ പ്രചോദനമായി? ഈ രംഗത്ത് ക്യാൻസർ രോഗികളായ ആളുകൾ ധാരാളം കേൾക്കുമ്പോൾ പേടിച്ച് അതോടെ ജീവിതം അവസാനിക്കുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ കണ്ടത്. ഒരിക്കലും അങ്ങനെ പേടിക്കാൻ ഒരു ഉപദേശം ഞാൻ എന്താ പറയുക, ഒരു ലേഡി കോഴിക്കോട് തന്നെ വിളിക്കാറുണ്ട്. അവർ അവിടുന്ന് ഒരു ദുബായിൽ നിന്നൊരു ഒരാൾ വിളിക്കാറുണ്ട്. പുള്ളിക്ക് എൻ്റെ വിളിക്കും. ഞാൻ എല്ലാവരോടും സംസാരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ എനിക്കിങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവ് കാര്യങ്ങൾ പറയുക. ഇപ്പം എന്താ അവസ്ഥ, അല്ല എനിക്കിനി വരുമോ? ഞാൻ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ പറയുന്നവരെ തിരിച്ചിട്ട് അതൊന്നും വരില്ലടാ പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈ ലേഡിയൊക്കെ അവർക്ക് ഇപ്പം
റേഡിയേഷൻ വരെ അവർ കഴിഞ്ഞാണ്. അവർക്ക് ഇപ്പം കൂളായിട്ട് ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങി. ഇതൊക്കെ കേൾക്കുമ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് അവർക്ക് ഒരു കൊടുക്കാവുന്ന കഴിയുന്ന കാര്യം എന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ധൈര്യമാണ്, ഒരു മെൻ്റൽ സ്ട്രെങ്താണ്. അത് ഞാൻ പലർക്കും കൊടുക്കുന്നുണ്ട്. മറ്റൊരു കാര്യം താങ്കൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ താങ്കളെ കുട്ടിപ്രായത്ത് താങ്കളെ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരെയാണ് അല്ലാത്തത് ചേട്ടാ? ആരെയാണ് അല്ലാത്തത്? കാര്യം തുറന്നു പറയാൻ ആരാണ് അല്ലാത്തത്? ഞാനിങ്ങനെ പിന്നെ എൻ്റെ പുരുഷന്മാര് തന്നെ എന്നെ സെക്ഷലി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഉണ്ടാ. നമ്മൾ ഈ പിന്നെ കുട്ടി ഇപ്പോഴതില്ല, ഇപ്പം വളരെ കുറവാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, അത് ഇഷ്ടം സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടും ഇപ്പം ഇവർക്കെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ വരെ ആ പഴയ ജനറേഷനല്ല. അന്നൊക്കെ ഈ നാട്ടുംപുറവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. നമ്മളെ വളർത്തി നമ്മളെന്തെങ്കിലും ഒരു സംശയം നമുക്ക് വീട്ടിൽ നിന്ന് ചോദിക്കാൻ പറ്റില്ല. നമുക്ക് ഈ സംശയം പറഞ്ഞു തരുന്ന മുഴുവൻ നമ്മുടെ കൂട്ടുകാരും അല്ലെങ്കിൽ അപ്പുറത്തെ ചേട്ടനുമാണ്. ഈ അപ്പുറത്തെ ചേട്ടൻ വില്ലനാ, മനസ്സിലായില്ലേ? ഈ നമ്മളൊരു 10 വയസ്സ് 11 വയസ്സൊക്കെ എന്ന് പറഞ്ഞാൽ സംശയങ്ങളുടെ കാലമാണ്. ഇപ്പം ഈ സമയത്തൊക്കെ കുട്ടികളൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഒരുപാട് അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, മനസ്സിലായില്ലേ? പുറം ലോകമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്തത് പുറം ലോകം. അപ്പോൾ പിന്നെ നമ്മുടെ ബന്ധു വീട്ടിൽ നിൽക്കാൻ പോകുന്ന ഈ സമയത്തൊക്കെ ഒരുപാട് പേര് നമ്മുടെ ബന്ധുക്കൾ തന്നെ പലരിടത്തു നിന്ന് ഞാൻ ഈ കഥ കേട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് പലരും പറഞ്ഞു തന്നിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ അവരുടെ സ്കൂളിൽ അവരുടെ ജീവിത രീതി മാറി. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളില്ല, എന്ന് തുറന്നു പറയും. അവരുടെ 4 വയസ്സായ കുട്ടി തൊട്ട് മൊബൈൽ കാണിച്ച ചോറ്. ഈ മൊബൈലിന് അവരെങ്ങോട്ട് ഞെക്കിയാലും എന്ത് വേണമെങ്കിലും കാണാവുന്നൊരു കാരണം. ഇവർക്ക് ഇതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണവശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ പരിപാടികളൊന്നും അവിടെയൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഇത് വിവരം കേട്ട വല്ല സ്ഥലങ്ങളിൽ നടക്കുമെന്നല്ലാതെ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. പക്ഷേ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ ആ കാലഘട്ടത്തിലൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെയുള്ള അബ്യൂസിങ് നടന്നിട്ടുണ്ട്. അത് ആ ഒരു നാടിൻ്റെയും വളർന്ന സാഹചര്യത്തിൻ്റെയൊക്കെ പ്രത്യേകതയാവാം. അത് ആരും തുറന്നു പറയാറില്ല. അതാണ് പ്രത്യേകത. താങ്കളുടെ തുറന്നു പറച്ചിൽ ആണ് ഞാനത് ശ്രദ്ധിക്കപ്പെട്ടത്. ആ തുറന്നു പറച്ചിൽ മറ്റുള്ളവരാരും ഇത് മൂടി വെക്കുക ചെയ്യാതെ ഓരോരുത്തരും ഇങ്ങനെയാണ് ഞാനത് പറയുന്നത് വെച്ചാൽ നമ്മൾ കുട്ടികളെ സൂക്ഷിക്കണം. അതാണ് അതിലേക്കുള്ള മെസ്സേജ്. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പോകണം, അവർ മൊബൈലിൽ എന്താ ചെയ്യുന്നത്, പിന്നെ അവരുടെ മേലിലൊരു കണ്ണ് നമ്മളെപ്പോഴും വേണം. ആരാണ് അവരുടെ കൂട്ട്, എവിടെയൊക്കെ പോകുന്നുണ്ട് എന്ന് കറക്റ്റായിട്ട് നോക്കണം. എനിക്ക് എൻ്റെ ആൺപിള്ളേരെ ഞാനിതൊക്കെ കുഞ്ഞിലെ തന്നെ അവർക്ക് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ അവർക്ക് അതൊക്കെ ഈ ഏതെങ്കിലും ബാഡായിട്ടൊരു ടച്ച് വരികയാണെങ്കിൽ വീട്ടിൽ വന്ന് പറയണം, അല്ലെ സ്കൂളിൽ ഈ പ്രിൻസിപ്പളോട് പറയണം. അതൊക്കെ കൊണ്ട് തന്നെ അത് മക്കളോട്. അപ്പോൾ അതുകൂടെ കൂടിയാണ് അതിന് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തത്. അത് വേറൊരു വശത്തേക്കാണ് അത് പോയത്. ഇതിലപ്പുറത്തേക്കുള്ളൊരു വലിയൊരു ചിന്ത ആയിരിക്കാം താങ്കളുടെ ഭാഗത്തുണ്ടായിരുന്നത്. താങ്കളുടെ ഭാര്യയുടെ അണ്ടം ഉപയോഗിച്ച് വേറൊരു കുഞ്ഞ്, അതൊരു വലിയ തുറന്നു പറച്ചിൽ, ആരും പറയാത്ത ഓപ്പൺ ആയിട്ടുള്ള പറഞ്ഞൊരു കാര്യമാണ്. അത് ഈ പറഞ്ഞ പോലെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയണ്ടായിരുന്നില്ല. കാര്യം അത് നമ്മൾ കൊടുത്തത്, നമ്മൾ ദാനം ചെയ്തത് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അല്ല, ദാനമല്ല, ഭയങ്കര ദാനം ചെയ്തത്. അതൊരു എന്താണ് ഒരു പുത്രദാനം എന്നൊക്കെ പറയാനുള്ള. പുത്രദാനം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണത്, നിസ്സാര കാര്യമല്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാശ് കൊടുത്ത് സഹായിക്കാം. ഇതൊന്നും ആരും അത് ഭയങ്കര സ്ട്രെയിൻ എടുത്താണ് അത് കൊടുത്തത്. അതൊക്കെ അങ്ങനെ ഒരുപാട് ഹെൽപ്പുകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ എന്താ പറഞ്ഞത്, ഞാൻ മറ്റേ കുട്ടികളുടെ കാര്യം പറഞ്ഞ് അത് വിട്ടുപോയി. കാരണം നമ്മൾ ഈ കുട്ടികൾക്ക് ഉള്ള ഉപദേശം അതാണ് നമ്മൾ മൊബൈൽ. പിന്നെ ഞാനൊരു വേറൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഈ പല കുടുംബങ്ങളിലും പല കുടുംബ ബന്ധങ്ങളും തകർന്നു പോകുന്നത് ഞാൻ പറഞ്ഞില്ല, മൊബൈൽ കൊണ്ടുള്ള നല്ല വശങ്ങളും ചീത്ത വശങ്ങളുണ്ടെന്ന് പറയും.
നല്ല വശങ്ങളെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാ കാര്യങ്ങളും അവരുടെ വിരൽത്തുമ്പിൽ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം, എന്തൊക്കെ നടക്കുന്നത്. ബാഡ് വശങ്ങൾ ഇതിൽ ഈ മൊബൈലാണ് പല പല കുടുംബങ്ങളും തകരാനുള്ള വില്ലൻ. അത് ചേട്ടനറിയോ? തീർച്ചയായിട്ടും. ഈ പല പല ഈ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം ഇങ്ങനെയുള്ള സാധനങ്ങൾ പല പല കുടുംബങ്ങളും തകർത്തിട്ടുണ്ട്. എൻ്റെ അറിവിൽ എത്ര പേര് ഡിവോഴ്സിൻ്റെ വക്കിലും എല്ലാം നിൽപ്പുണ്ടെന്നറിയോ? കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വൈഫിന് എന്നെ ഭാര്യ അറിയാൻ വയ്യാത്തവരായിട്ട് ഈ ലോകത്താരുമില്ല. എൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ അതായത് ഒരു സാധാരണ സ്ത്രീ ചെയ്യുന്നതിൻ്റെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു ലേഡിയാണ് എൻ്റെ വൈഫ്. എൻ്റെ വൈഫിൻ്റെ മൊബൈല് അവിടെ ഒക്കെ വലിച്ചെറിയും. ഇവള് കൊണ്ട് കാണിച്ച് തന്നിരിക്കുകയാണ്. എനിക്ക് പ്രിയയെ ഭയങ്കര ഇഷ്ടമാണ്. പ്രിയയുടെ കണ്ണുകൾ, ചുണ്ടുകൾ, അധരങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഉടനെ ഇവൾ തിരിച്ച് മെസ്സേജ് അയച്ചു, ഞാൻ ആരാണെന്നറിയാവോ, ഇന്നയാളുടെ ഭാര്യയാണെന്നറിയാവോ? ഇപ്പോഴത്തേക്ക് അറിയാം സുധീറിൻ്റെ, അയാൾ അറിഞ്ഞാൽ എന്നെ കൊല്ലുമായിരിക്കാം. പക്ഷെ എനിക്ക് പ്രിയോടുള്ള ഇഷ്ടം എനിക്കത് മൂടി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവള് ഇഗ്നോർ ചെയ്തു. പിന്നെ അവൻ്റെ ഇൻസ്റ്റയിൽ അവളെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പോയതാണ്. ഉടനെ എന്നെ കൊണ്ടിങ്ങ് കാണിച്ചു. ഞാൻ പറഞ്ഞ് ചാറ്റ് ചെയ്യുന്നു. ഒരാളെ എത്രത്തോളം ഒരു പെണ്ണിനെ ഒരുത്തൻ, വേറെ ഏതെങ്കിലും ഒരു പെണ്ണാണെങ്കിൽ ഒരു 10 പ്രാവശ്യം ഇവൻ്റെ ഈ സംസാരം കേൾക്കുമ്പോണ്ടല്ലോ, ഈ സോഷ്യൽ മീഡിയയിൽ കുടുംബം കലക്കാൻ വേണ്ടി ഇരിക്കുന്ന വളപ്പ് തൊഴിലാളികൾ കുറേ പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. അവരൊരു ദിവസം രാവിലെ എണീറ്റിട്ട് ഒരു 100 പേർക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഗുഡ് മോർണിംഗ്, നിൻ്റെ ചുണ്ടുകൾ, മറ്റേത് കാലുകൾ, കണ്ണുകളെന്ന് പറഞ്ഞ സാരി, പിന്നെ മുടി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ ഇതിൽ 10 പേര് മറിയും. അവർ നല്ല കുടുംബമായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും. ഇവൻ കയറി അവർ ചിലപ്പോൾ ഒരു 10-40 വയസ്സുള്ള ഒരു ലേഡിയോ ഒക്കെ ആയിരിക്കണം. ഈ വളപ്പ് തൊഴിലാളിക്ക് വല്ല 10-25 വയസ്സോ 35 വയസ്സൊക്കെ ആയിരിക്കണം. അപ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി ഇവരുടെ ക്യാരക്ടർ അങ്ങ് മാറിയിട്ട് ഇവർ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ഇവരിലേക്ക് അങ്ങ് ചായും. കാര്യം എനിക്ക് ചാറ്റ്, പിന്നീട് ഞാനാണ് ഈ ചാറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ ആ ഒരു മെൻ്റല് ഒരു ദിവസം ഞാൻ തന്നെ വിളിച്ചു വരുത്തിയിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ നല്ല ഇടി വെച്ച് കൊടുത്തു. ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ചാറ്റ് ചെയ്ത് അവൻ ധൈര്യമായിട്ട് വന്ന് നല്ല ഇടി. ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു ഉപദേശം എന്ന് പറയുന്നത്, ഭാര്യയുടെ മൊബൈല് എല്ലാ ഭർത്താക്കന്മാരും എടുത്ത് നോക്കണം. ഭർത്താവിൻ്റെ മൊബൈല് ഭാര്യമാരും നോക്കണം ഉറപ്പായിട്ട്. ഈ ലോകത്ത് നടക്കുന്ന പകുതി പ്രശ്നങ്ങളും ഡിവോഴ്സും അതിൽ നിന്ന് ഒഴിവാകും. പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്ത് വയ്ക്കണ ഭാര്യയുടെ അതെടുത്ത് നോക്കിയേ പറ്റുള്ളൂ. തിരിച്ച് ഭർത്താവിൻ്റെ മൊബൈലിൽ കാണാനുള്ള ഒരു ഇത് അവിടെ കഴിഞ്ഞു കുടുംബത്തിലെ പല പല പ്രശ്നങ്ങളും. ഞാൻ പറയുന്നത് ശരിയാണോ ചേട്ടാ? തീർച്ചയായിട്ടും. സമൂഹത്തിൽ നിന്ന് നടക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലങ്ങൾ ഒന്ന് കുടുംബ ബന്ധങ്ങൾ തകരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാരണമായി ഞാൻ പലപ്പോഴും ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളത് ഈ മൊബൈലിൻ്റെ ദുരുപയോഗം തന്നെ. ദുരുപയോഗം. കാരണം ഈ വളപ്പ് തൊഴിലാളിക്ക് ഈ പെണ്ണിനെ ഇവളോട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നതിനോട് അവൻ്റെ ഉദ്ദേശം എന്താ കേട്ടോ? വളയ്ക്കുക. ഒരേ ഒരു ലക്ഷ്യം, അവരെ ഉപയോഗിക്കാന്നല്ലാതെ അവർക്കൊരു ജീവിതം കൊടുക്കാനാണോ? അല്ല, ഒരിക്കലും. കൂട്ടിക്കൊണ്ട് നടക്കാനാണോ? അല്ല. അല്ലെ കൂടെ ഭാര്യയായിട്ട് കൂട്ടി നടക്കാനാണോ? അല്ല. അവനെ വളച്ച പെണ്ണുങ്ങളിലെ ഒരു പെണ്ണാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവൻ ഇത് ചെയ്യുന്നത്. ഒരു യാഥാർത്ഥ്യമാണ് താങ്കൾ തുറന്നു പറഞ്ഞത്. എത്ര കഥകൾ, എത്ര കുടുംബങ്ങളാണ് ചേട്ടാ ഇത് കാരണം തകർന്നു പോകുന്നത്. താങ്കൾ ഒരു ക്ഷിപ്ര കോപിയാണെന്നൊക്കെ ഇങ്ങനെ അങ്ങനെ എന്താ? ഒന്നുമില്ല ചേട്ടാ, വെറുതെ സിനിമയിലുള്ള കഥാപാത്രത്തെ അനുകരിച്ച് പറയുന്നതായിരിക്കും അല്ലേ? വെറുതെ ചേട്ടാ. ഞാനൊരു വേറൊരു ശുദ്ധനാണ്, വേറൊരു ഭാവമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും എൻ്റെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ എൻ്റെ കൂടപ്പുറമങ്ങളെ എൻ്റെ കൂടെ നിൽക്കുന്നവരെ കാലം വിളിച്ച് ഉപദ്രവിക്കുകയാണെങ്കിൽ, ഇടിക്കുകയാണെങ്കിൽ ഞാൻ കയറി അവരെ രക്ഷിക്കും. തിരിച്ചു ഞാൻ അവരുടെ ഭാഗം നിന്ന് ചിലപ്പം നല്ല ഇടി കൊടുത്തുന്നിരിക്കും. അല്ല, ഞാൻ പറയായിരുന്നു
എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതുവരെയുള്ള അനുഭവത്തിൻ്റെ അതായത് സിനിമയിൽ അഭിനയിച്ച അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ ജീവിതത്തിലുണ്ടായുള്ള ധാരാളം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താ? ഞാൻ എന്താ പറയുക, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുക. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു നിന്ന നിപ്പിൽ തീരുന്നൊരു ജീവിതമാണ് നമ്മുടെ. കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ഒരു ഉരുൾപൊട്ടൽ വന്ന് എത്രയോ പേര് മരിച്ചു, എത്ര പേര് മണ്ണിനടി ഇപ്പോഴും കിടപ്പുണ്ടെന്ന് പറയും. അപ്പോൾ ഇത്രയുള്ള ലൈഫിൻ്റെ ഇത് നമ്മൾ ഈ മേലോട്ടെടുത്ത ശ്വാസം തിരിച്ച് താഴോട്ട് വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താഴോട്ട് പോയത് തിരിച്ച് മേലോട്ട് വലിക്കണമെന്നുണ്ടെങ്കിൽ മേളിരിക്കുന്നവൻ അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ് എൻ്റെ കൈപ്പോലും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കി നമ്മൾ വെറുതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ തിരക്കാതെ നമ്മൾ സ്വന്തം കാര്യങ്ങൾ നോക്കി സന്തോഷത്തോടെ നമ്മുടെ നമുക്ക് കിട്ടിയ കുറച്ച് നാളത്തെ ഭൂമിയിലെ ജീവിതമൊക്കെ സന്തോഷിച്ച് ജീവിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് നിസ്സാരം, ഇത് വലിയ കാര്യമല്ല. ഇത് നിങ്ങളാരും ഇത് വലിയ കാര്യമായിട്ട് എടുക്കാതെ ആ സിനിമയിൽ നിന്ന് കിട്ടുന്ന നല്ല കാര്യങ്ങൾ, നമ്മൾ 3 മണിക്കൂർ തിയേറ്ററിൽ പോയി ഇരുന്ന് സിനിമ കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ, നമ്മുടെ ഈ ഫ്രസ്ട്രേഷൻസ്, നമ്മളെല്ലാം ഈവൻ മൊബൈൽ പോലും നമ്മൾ നോക്കാതിരിക്കണം. ആ 3 മണിക്കൂർ നമ്മൾ എൻജോയ് ചെയ്യുന്നത്, നല്ല സിനിമകൾ കാണുക. നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതം ആ 3 മണിക്കൂർ വലിയ കാര്യം, അല്ലെങ്കിൽ 2.5 മണിക്കൂർ. അതുകൊണ്ട് സിനിമയെ തകർക്കാതെ എല്ലാവരും സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്ത് അതുകൊണ്ട് ജീവിക്കുന്നവർക്കും എല്ലാവരും ഇതാവും. അപ്പം സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. കാര്യം സിനിമയ്ക്കുണ്ടായ നാണക്കേടൊക്കെ മാറ്റിയേ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിലേക്ക് വന്ന് സിനിമ കാണുക. അതുകൊണ്ട് ജീവിക്കുന്ന എല്ലാവരും, ഞാനുൾപ്പെടെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. നല്ലത് ചെയ്ത് എന്നവർക്ക് നല്ലതെന്ന് പറയുക. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ ഭാഗത്ത് തെറ്റ് മനുഷ്യസഹജമാണ്. ആ തെറ്റ് പറ്റിയവരെല്ലാം തെറ്റ് തിരുത്തിക്കോളും, നന്നായിട്ട് വരും. എല്ലാവരും എന്താ പറയുക, അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എൻ്റെ ജീവിതം തന്നെയാണ് എല്ലാവർക്കും അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ കള്ളത്തരമൊന്നുമില്ലാതെ ഈ പറഞ്ഞ പോലെ തന്നെ പറയേണ്ട കാര്യങ്ങൾ എന്നെ ട്രോളിക്കൊണ്ടാണെങ്കിലും എന്നെ ഡിഗ്രി കൊണ്ടാണെങ്കിലും ഞാൻ നിങ്ങളുടെ എത്തിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ എൻ്റെ ഒരു കുറവായിരിക്കാം. ഇപ്പം പലരും എന്നോട് പറഞ്ഞു, സുധീറേ ഇതൊക്കെ പറയുമ്പോൾ വീട്ടുകാരെന്ത് പറയാനാണ്? അതുകൊണ്ടല്ലോ ഇപ്പോഴും ഞാൻ പറഞ്ഞത്. എന്നെ പോലെ ഈ നമ്മുടെ മൊബൈലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മൊബൈൽ എന്ന് പറയുന്നത് ഭയങ്കര വില്ലനാണ്. നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ഭാര്യയുടെ മൊബൈലിൽ ആരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് ഒരു ഭർത്താവ് നോക്കണം. ഭർത്താവിൻ്റെ മൊബൈലിൽ ആരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് ഭാര്യ നോക്കണം. കുടുംബത്തിലെ സ്നേഹവും സമാധാനവും സ്വസ്ഥതയൊക്കെ വരും. നമ്മൾ എൻഡ് ഓഫ് ദി ഡേ ഭാര്യയ്ക്ക് ഭർത്താവിനും ഭാര്യ മാത്രമേ കാണുള്ളൂ. മക്കൾ പോലും കാണില്ല. എവിടെയെങ്കിലും വീണ് കിടന്നാൽ നമ്മളെ നോക്കാൻ നമ്മുടെ ഭാര്യ മാത്രമേ കാണുള്ളൂ. ഭാര്യ വീണ് കിടന്നാൽ എത്ര മോശക്കാരാണെങ്കിലും ഭർത്താവ് കാണുള്ളൂ. അതെപ്പോഴും ചിന്ത വേണം. വേറിട്ട ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ നടന്നത്. ഇതൊരു ഇൻ്റർവ്യൂ അല്ല, പരസ്പരമുള്ള കുറേ നേരം കൂടിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാണ്. ഇത് തീർച്ചയായും എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെടും, സ്വീകരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി നന്ദി, നമസ്കാരം. നമസ്കാരം.